ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ബണ്ണാണ്. അതുകൊണ്ട് തന്നെ ഓവനില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബൺ റെസിപ്പിയാണ്. ഇതിൽ മുട്ടയോ ബട്ടറോ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരു കപ്പളവല്ല എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ആദ്യം പൊങ്ങാൻ വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അതും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 4 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ 3 കപ്പ് മൈദ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 4ാമത്തെ കപ്പ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ് ഒരുമിച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം 3 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അളവ് വേണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലെടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് മൈദ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തപ്പോഴാണ് നമുക്ക് 4 കപ്പ് പൊടി ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് മൈദയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ആദ്യം കുറച്ച് ലൂസായിട്ടാവും ഇരിക്കുക, പിന്നെ നമ്മൾ കൈവച്ച് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ പാകത്തിന് ആയി കിട്ടും. ഇനി കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ആ ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മാവ് അതിലേക്ക് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഈ ഒരു പാകമാണ് കേട്ടോ ഈ മാവിൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അടച്ചു വെക്കാം. ഇത് മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുകയാണ്. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ച് ടൈം നിങ്ങൾ വെക്കുക. ഞാനിപ്പോൾ ഒരു 2.5 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മാവ് തുറന്നിട്ടുള്ളത്. ഇത്രയും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കുറച്ച് വൈകി പോയതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം, അതിൻ്റെ ആ ഒരു എയറൊക്കെ കളഞ്ഞതിന് ശേഷം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലിപ്പത്തിലാക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലിലേക്ക് ഇട്ടെടുക്കാൻ കുറച്ചും കൂടെ സുഖമായിരിക്കും. മറ്റേ നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ആ പൊങ്ങി വന്നത് വീണ്ടും താഴ്ന്നു പോവും. ഇതൊന്നും കൂടെ ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചില്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒരുപാട് ചൂടാക്കി എടുക്കരുത്, ചെറുതായിട്ട് ചൂട് പാടുള്ളൂ. ഒരുപാട് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അധികം ചൂടില്ലാത്ത ഓയിലിലേക്ക് വേണം അത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ സാവധാനം ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 3 ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരുപാട് കളർ ചേഞ്ച് ഒന്നും പെട്ടെന്ന് തന്നെ ആവണില്ല. ഓയിൽ വളരെ ചൂട് കുറവായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗം നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ആയാലും സ്ട്രക്ചർ ആയാലും ഒക്കെ നല്ല പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഷീറ്റിൽ വെച്ചത് കാരണമാണ്, കൈ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഷേപ്പിന് എന്തായാലും വ്യത്യാസം വരും. നമ്മൾ കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം വലിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടൂല. അപ്പോൾ അത് ഒന്നെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പറിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വെച്ചാലും മതി. അപ്പോൾ എല്ലാം നമുക്ക് ആ ഒരു ചൂട് നിങ്ങൾ ആ ഒരു ഫ്ലെയിം കുറച്ചിട്ട്
എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉൾഭാഗത്ത് ക്രീം വെച്ചിട്ട് ബട്ടറിൻ്റെ ക്രീം വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ന്യൂട്ടെല്ലൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബണ്ണാണ് കേട്ടോ. അപ്പോൾ എല്ലാം ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഓവനിലും ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഓവനിലും ചെയ്തെടുക്കാൻ പറ്റും. ഒരു 180 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓവനുള്ളവർക്ക് അതാണ് ഈസി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഓവനില്ലാത്തവർക്കാണെങ്കിലും ഫ്രൈഡ് ബണ്ണിനും ബേക്ക് ചെയ്ത ബണ്ണിനും നല്ല ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഫ്രൈഡ് ബണ്ണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഡോണറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ റെസിപ്പീസും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റുള്ള ബണ്ണാണ് കേട്ടോ. മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.